ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ മഹേഷ് വളരെയധികം വിഷമത്തോടു കൂടി തന്നെ അവിടെ ഇങ്ങനെ ഇറങ്ങി പോകാട്ടോ. കാരണം നമ്മുടെ മഹേഷ് കൊടുക്കുന്ന ആ ചെറിയ മൊബൈൽ ഫോൺ ആദിക്ക് ഒരു വിലയില്ല. ആദ്യം അത് അവിടുത്തെ ആയയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. ആയ പറയുന്നുണ്ട്, അയ്യോ മോനെ, ഇതൊന്നും എനിക്ക് വേണ്ട, ഇത് വില കൂടിയ സമ്മാനമല്ലേ, എത്ര വില കൂടിയതാണെങ്കിലും എനിക്കിത് വേണ്ട, നിങ്ങൾ നിങ്ങളുടെ മോനെ കൊടുത്തോ, അതും അവനും വേണ്ടെന്നാണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി വലിച്ചെറിഞ്ഞോ, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുത്തോ എന്നൊക്കെ പറയാണ്. അത് കേൾക്കുമ്പോൾ മഹേഷ്, എനിക്ക് ആകെ വിഷമമായിട്ട് മഹേഷ് പുറത്തേക്ക് ഇങ്ങനെ പോകുവാട്ടോ. അതേസമയം ചിപ്പി അവിടെ ഇരിക്കുമ്പോൾ ചിപ്പിയെടുത്ത് സ്നേഹം കൂടാൻ വേണ്ടി രചന പോവുകയാണ്. ചിപ്പി രണ്ടിനെ വലിച്ചു കീറുന്നുണ്ട്. ആകാശോട് രചനയോട് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടൊരു പ്രേതങ്ങളാണ്, പിശാചികൾ, എന്നോട് മിണ്ടാൻ വേണ്ട, ഐ ഹേറ്റ് യു, നിങ്ങൾ രണ്ടുപേർക്കും ഐ ഹേറ്റ് യു. പിന്നെ നിങ്ങൾ ഇവിടെ വന്ന ആദി ചേട്ടനില്ലേ, അയാളെയും എനിക്ക് ഇഷ്ടമല്ല, നിങ്ങളെ മൂന്ന് പേർക്കും എനിക്ക് വെറുപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിപ്പി അവിടെ നിന്ന് പോവാണ്. ചിപ്പിയുടെ വർത്താനം കേൾക്കുമ്പോൾ രചനക്ക് വിഷമാവുന്നു കേട്ടോ. ആകാശ് എന്ന് പറയുമ്പോൾ, സാരില്ലടോ, അവളുടെ സ്വഭാവം അറിയാലോ, ആ മഹേഷ് പറഞ്ഞ വാക്കുകൾ മാത്രമേ അവളുടെ വായെന്ന് വരുള്ളൂ, അവള് പോയാലെന്താ, തനിക്ക് തന്റെ മോൻ കൂട്ടായിട്ടില്ലേ, എന്നാലും എന്റെ മോള് സാരമില്ലടോ, അവള് നാളെ വലുതാകുമ്പോ തന്റെ അടുത്തേക്ക് തന്നെ വരും, ഞാനല്ലേ പറയണത് എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം മഹേഷ് പറഞ്ഞിട്ട്, മോളെ നമുക്കെന്നാ പോയാലോ, പോവാൻ ഡാഡി എന്ന് പറയാണ്. അങ്ങനെ മഹേഷും ചിപ്പിയും കൂടി അവിടെ നിന്ന് ഇറങ്ങാൻ പോകുമ്പോഴേക്കും ആകാശും അതുപോലെ തന്നെ രചനയും ആദിയും അവിടെ കൂടി എല്ലാവരും കൂടി ഇവരെ കൈകൊട്ടി ഇങ്ങനെ വിളിക്കുക കേട്ടോ. അതെ അവിടെ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആ സമയത്ത് മഹേഷ് അവിടെ നിൽക്കുന്നുണ്ട്. മഹേഷിനോട് പറയുന്നുണ്ട്, അതെ എന്റെ ആകാശങ്ങൾ എനിക്ക് പുതിയൊരു കാറ് വാങ്ങിച്ചു തന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു വീട്ടിൽ കൊണ്ടാക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്റെ കാറ് നിങ്ങൾ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കാറ് കാണിച്ചു കൊടുക്കാണ്. ആകാശ് മേടിച്ചെടുത്ത കാറ്, അത് വലിയൊരു കാറാണ് കേട്ടോ, ഒരു ആഡംബര കാറാണത്. അത് കാണുമ്പോൾ മഹേഷ് ഇങ്ങനെ ആദീനെയും അതുപോലെ തന്നെ ആകാശിനെയും പരസ്പരം മാറി മാറി നോക്കുന്നുണ്ട്. ആദി പറയുന്നുണ്ട്, എന്താ എന്റെ കാറ് കണ്ട് നിങ്ങളുടെ കണ്ണ് തള്ളിയോ, നിങ്ങളൊരു കാര്യം ചെയ്യ്, എന്റെ കാറിൽ വേണമെങ്കിൽ ഒന്ന് ഇരുന്ന് നോക്ക്, നിങ്ങൾക്ക് ചിലപ്പോൾ എന്റെ കാറിൽ ഇരിക്കാനുള്ള യോഗ്യത പോലും ഇല്ലായിരിക്കും, പക്ഷെ എന്റെ കാറിൽ ഒന്ന് ഇരുന്ന് നോക്കുന്നൊക്കെ പറയണ. വേണ്ട, ഞങ്ങൾ കാറിലാണ് വന്നത്, ഞങ്ങൾ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിപ്പി അവനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോഴേക്കും ആദ്യം പറയുന്നുണ്ട്, അത് പറ്റില്ല, നിങ്ങൾ എന്റെ കാറിൽ കേറ് എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. അങ്ങനെ മഹേഷും ചിപ്പിയും കൂടി ആ കാറിൽ കേറണോ വേണ്ടിയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ആകാശും രചനയും ഭയങ്കര സന്തോഷത്തോടെ ഇത് കൂടി തന്നെ ഇരിക്കുകയാണ്. പരിപാടിയൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴേക്കും ആകാശ് ആദ്യടുത്ത് പറയുന്നുണ്ട്, ആദി നീ എന്റെ അഭിമാനം കാത്തു, എനിക്ക് ഭയങ്കര സന്തോഷമായി, നീ സ്നേഹത്തോടു കൂടി തന്നെ അവനെ വിളിച്ചത് അവനെ അപമാനിക്കാനായിരുന്നല്ലോ, പിന്നെ അല്ലാതെ അങ്കിൾ എന്താ വിചാരിച്ചത്, എനിക്ക് അയാളുടെ സ്നേഹമാണെന്നോ, നിങ്ങൾക്കൊരു സർപ്രൈസ് തരാമെന്ന് ഞാൻ വിചാരിച്ചു, എന്തായാലും എന്റെ ബർത്ത്ഡേക്ക് അങ്കിൾ എനിക്ക് വലിയൊരു സർപ്രൈസ് തരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അപ്പൊ അങ്കിളിന് ഞാനൊരു സർപ്രൈസ് തരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാൻ ഉണ്ടാക്കിയത്, എന്തായാലും നീ എന്റെ അഭിമാനം കാത്തുട മോനെ, ഐ ലവ് യു മോനെ എന്നൊക്കെ പറഞ്ഞ ആദ്യം കെട്ടിപ്പിടിക്കുകയാണ്. ആദ്യം പറയുന്നുണ്ട്, അതെ അമ്മേ, എന്നോട് കുറച്ച് ഫ്രണ്ട്സ് എന്നോട് ചോദിക്കാ, അമ്മയും ആകാശങ്ങളും ലിവിങ് ടുഗദർ ആണോന്ന്. അത് കേൾക്കുമ്പോഴേക്കും രചന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ആദ്യം പറയുന്നുണ്ട്, അമ്മേ, അമ്മ ഒരു കാര്യം ചെയ്യാവോ, ആകാശങ്ങളിലെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയല്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കുക, അപ്പൊ എന്റെ ഫ്രണ്ട്സിന് മുമ്പിൽ എനിക്ക് പറയാലോ ആകാശങ്ങളല്ല ഇതെന്റെ പപ്പയാണെന്ന്. ശരി മോനെ എന്ന് രചന പറയണ്ട. അങ്ങനെ ആദ്യം ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും രചന പറയുന്നുണ്ട്, കണ്ടില്ല ആകാശ്, അവൻ പറഞ്ഞത്, അവൻ പോലും ചോദിച്ചു തുടങ്ങി, ഞാൻ എന്താ ചെയ്യേണ്ടത്, എത്ര വർഷമായി ആകാശ് നിന്റെ അടുത്ത് ഒരു താലി എന്റെ കഴുത്തിൽ കെട്ടിത്തരാൻ വേണ്ടി, നിനക്ക് ഒന്നിനും പറ്റുന്നില്ല, അതോ മറ്റുള്ളവർ പറഞ്ഞ പോലെ തന്നെ നീ എന്നാ, രചന നീ എന്താ ഇങ്ങനെയൊക്കെ, ഞാൻ പറഞ്ഞില്ലേ കുറച്ചുകൂടി സമയം കൊണ്ട് നീ എനിക്ക് തീർച്ചയായിട്ടും നിന്റെ കഴുത്തിൽ ഞാൻ ഒരു താലി കെട്ടും, അല്ലെങ്കിൽ താലി കെട്ടില്ലെങ്കിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ. ഭാര്യ ഭർത്താക്കന്മാര് നിയമപരമായിട്ട് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലല്ലോ, മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മൾ ലിവിങ് ടുഗദർ തന്നെയാണ്. ഇപ്പൊ എന്റെ മോൻ തന്നെ എന്നോട് ചോദിക്കാൻ തുടങ്ങി, കൂൾ ഡൗൺ രചന, കൂൾ ഡൗൺ എന്നൊക്കെ പറയാണ്. അങ്ങനെ മഹേഷ് വളരെ വിഷമത്തോടു കൂടി തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോവാട്ടോ. ആ സമയത്ത് നമ്മുടെ സ്വപ്നവല്ലിയാണ് വാതിൽ തുറക്കണം. ദേ മഹേഷ് എത്തിയാലോ, രാമ ദേ മഹേഷ് എത്തി. മഹേഷ് എങ്ങനെയുണ്ടാ പരിപാടി എന്ന് പറയുമ്പോഴേക്കും മഹേഷിന്റെ മുഖം ആകെ മാറിയിരിക്കണം. എന്തു പറ്റി, അവിടെ വലിയ സുഖകരമല്ലായിരുന്നു തോന്നുന്നു, എന്താ വെച്ചാ എന്റെ ജീവിതം മാത്രം ഇങ്ങനെ, എപ്പോഴും വിഷമങ്ങൾ മാത്രം, ദുരിതങ്ങൾ മാത്രം, എന്താ വെച്ചാ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് മഹേഷ് അവിടെ നിന്ന് പോവുകയാണ്. മഹേഷ് പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ചിപ്പിനെ രാമനാഥൻ വിളിക്കുന്നുണ്ട്. ചിപ്പിനെ മടിയൊക്കെ എടുത്തിട്ട് ചിപ്പി എടുത്ത് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. പെട്ടെന്ന് ചോദിക്കുന്നില്ല, പതുക്കെ ഇങ്ങനെ കളിപ്പിച്ചിട്ടൊക്കെ പതുക്കെ ചോദിക്കുകയാണ്. എന്താ മോളിൽ ഇന്ന് അവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ചിപ്പി എല്ലാ കാര്യങ്ങളും രാമനാഥനോട് പറയുന്നുണ്ട്. ഞങ്ങളവിടെ പോയപ്പോ കേക്ക് മുറിക്കാൻ അച്ഛനും ഡാഡി അവിടെ നിന്നായിരുന്നു, ഡാഡിയുടെ മുമ്പിൽ കേക്ക് മുറിച്ചിട്ട് ഡാഡിക്ക് കൊടുക്കാൻ പോണെന്ന രീതിയിൽ ഡാഡിയുടെ അടുത്ത് കൂടി പോയിട്ട് ആകാശങ്ങളിലെ കൊടുത്തു. എന്നിട്ട് ആകാശങ്ങൾ എന്റെ ഡാഡിയാണെന്നൊക്കെ ആ ചേട്ടൻ വിളിച്ചു പറഞ്ഞു. മാത്രമല്ല ആദ്യമൊക്കെ ഡാഡിനെ പപ്പാന്നൊക്കെ വിളിച്ചിട്ടാണ് അകത്തേക്ക് കയറ്റിയത്. പക്ഷെ ആ ആദിച്ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ ബാഡ് ചേട്ടനാണ്. ആ ചേട്ടൻ കൊള്ളത്തില്ല. ആ രചനാമ്മയുടെയും അതുപോലെ തന്നെ ആ അങ്കിളിന്റെയും തനി പകർപ്പാണ് ആ ആദിച്ചേട്ടൻ. ഇനി അവരുടെ മകൻ വലുതും ആണോ ആദിച്ചേട്ടൻ, എനിക്കറിയില്ല എന്ന് രാമനാഥൻ പറയാണ്. എന്തായാലും മോശപ്പെട്ട അനുഭവമായിരുന്നു, പക്ഷെ അതിന് ഞാൻ തക്കതായ മറുപടി രചനാമ്മക്ക് കൊടുത്തിട്ടുണ്ട്. ഡാഡിക്ക് ഭയങ്കര വിഷമമായി. അത് മാത്രല്ല ആ ആദിച്ചേട്ടനുണ്ടല്ലോ, ആദിച്ചേട്ടൻ അച്ഛൻ കൊടുത്ത ഗിഫ്റ്റ് അവിടുത്തെ ആയക്ക് കൊടുത്തു. അത് മാത്രല്ല ആ ആകാശങ്ങളെ ആ ആദിച്ചേട്ടന് വാങ്ങിച്ചു കൊടുത്തത് വലിയ വില കൂടിയ കാറാ, അതിൽ ഞങ്ങൾക്ക് ലിഫ്റ്റ് തന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും ചെയ്ത്.
അങ്ങനെയൊക്കെ ഉണ്ടായോ? ആ അങ്ങനെയൊക്കെ ഉണ്ടായെന്നേ. ആ മോളൊരു കാര്യം ചെയ്യ്, ഈ കാര്യങ്ങളൊന്നും ഇഷിതാമ്മ അടുത്ത് പറയണ്ട കേട്ടോ. ഇല്ല ഞാൻ പറയില്ല, ഡാഡി പറഞ്ഞിട്ടുണ്ട് ഒന്നും പറയരുതെന്ന്. ആ അതാ പറഞ്ഞത് ഒന്നും പറയണ്ടാന്ന്. ഇല്ല ഞാനൊന്നും പറയില്ല എന്ന് പറയാണ്. മഹേഷിന്റെ അടുത്തേക്ക് സ്വപ്നവലി വരുന്നുണ്ട്. മോനെ നീ വിഷമിക്കണ്ട, അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ചിപ്പി പറഞ്ഞു. മോൻ വിഷമിക്കൊന്നും വേണ്ട, എനിക്കറിയില്ലമ്മേ, എന്റെ ജീവിതം മാത്രം ഇങ്ങനെയാ, ഒരു സന്തോഷം കിട്ടിക്കഴിഞ്ഞാൽ 100 ഇരട്ടി സങ്കടങ്ങളാ വരുന്നത്, എല്ലാം ശരിയാവും മോനെ എന്നൊക്കെ സ്വപ്നവല്ലി പറയണം. അങ്ങനെ ഇഷിതാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ഹോസ്പിറ്റലിൽ ഇരിക്കുക കേട്ടോ. ആ സമയത്താണ് രജനിയാണെങ്കിൽ ആകാശ് ഇവരിൽ ആരോ മൊബൈലിലേക്ക് ഒരു വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ ആണ് കേട്ടോ, പിറന്നാളുടെ വീഡിയോ ആണ്. അത് കാണുന്ന രജനി ഇഷിതാകെ ഞെട്ടിപ്പോവാണ്. മഹേഷും ചിപ്പി എങ്ങനെ ബർത്ത്ഡേ പിറന്നാളിന്റെ ഫംഗ്ഷൻ എങ്ങനെ പോയി? അപ്പൊ അവരോട് കള്ളം പറഞ്ഞാണോ? മഹേഷ് ഓഫീസിലാണെന്നല്ലേ പറഞ്ഞത്. അതുപോലെ ചിപ്പി സ്കൂളിൽ പോയതാണെന്ന് എന്നോട് പറഞ്ഞത്. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞേ പറ്റൂ എന്ന് ഇഷിത വിചാരിക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം ഇഷിത നമ്മുടെ ചിപ്പിയുടെ മാത്രം തനിച്ച് നിർത്തി ചോദിക്കണ്ട്. മോളെ, അമ്മമാരോടും അച്ഛന്മാരോടും നുണ പറയുന്നത് ഞാൻ മോളെ പഠിപ്പിച്ചിട്ടില്ലേ? ആ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മോൾ നുണ പറഞ്ഞു എന്നോട്. അത് സത്യം പറ മോളെ, ഇന്ന് മോൾ എന്നോട് നുണ പറഞ്ഞില്ലേ? അത് അമ്മേ, അത് സത്യം പറ, നീ എന്തിനാ എന്നോട് നുണ പറഞ്ഞത്? മോൾക്ക് ഈ സ്വഭാവം ഇല്ലാത്തതായിരുന്നല്ലോ, എന്തിനാ എന്നോട് നുണ പറഞ്ഞത്? അത് ഡാഡിയും അതുപോലെ തന്നെ അച്ഛമ്മയും അച്ചാച്ചനൊക്കെ പറഞ്ഞ് ഇഷിതാമ്മ അടുത്ത് പറയണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ. എന്താ എന്താ ഇന്ന് സംഭവിച്ചത്? അത് ഏതൊരു ചേട്ടൻ, ആ ചേട്ടന്റെ പിറന്നാളുടെ പരിപാടിക്ക് ഡാഡി എന്നെയും കൂട്ടിക്കൊണ്ട് പോയി. അതെന്താ എന്നോട് പറയണ്ടാന്ന് പറഞ്ഞത്? അത് വേറൊന്നല്ല, ആകാശങ്ങളുടെ വീട്ടിലായിരുന്നു പരിപാടി. അതുകൊണ്ടാ അമ്മ അടുത്ത് പറയണ്ടാന്ന് പറഞ്ഞത്. എന്നിട്ട് അവിടെ പോയിട്ട് ഡാഡിനെ നാണം കെടുത്തി അവിടുത്തെ ആ ഒരു ചേട്ടൻ. ഏത് ചേട്ടൻ? ആദി എന്നാ ചേട്ടന്റെ പേര്. ആ ചേട്ടൻ ഡാഡിനെ വല്ലാതെ ഇൻസൾട്ട് ചെയ്തു. എന്തിന്? എനിക്കറിയില്ല. ആ ആ ആദിച്ചേട്ടൻ ആരാ? ആ രജനിയുടെയും ആകാശിന്റെയും മകൻ വലുതുമാണോ? ഏയ് അല്ല. ആച്ചേട്ടന്റെ അമ്മയും അച്ഛനൊക്കെ ഫോറിനിലാണെന്നാ ആ ഡാഡി എന്നോട് പറഞ്ഞത്. ഇവരുടെ വീട്ടിലാ നിക്കണത് ഇപ്പൊ. ഊട്ടിയിലെന്തോ പഠിക്കണ ചേട്ടനാ ഇപ്പൊ ഇവിടേക്ക് വന്നു. അപ്പൊ പിറന്നാൾ ആയോണ്ട് ആകാശങ്ങളെ വീട്ടിൽ വെച്ചിട്ടാ നടത്തിയത്. ആകാശങ്ങൾ ആ ചേട്ടനാണെങ്കിൽ ആകാശങ്ങൾ വലിയൊരു കാറാ സമ്മാനിച്ചത്. അച്ഛൻ എന്തോ ഒരു ഡാഡി എന്തോ ഒരു ഗിഫ്റ്റ് കൊടുത്തു. പക്ഷെ ആ ചേട്ടൻ എന്താ ചെയ്തെന്നറിയാവോ? ആ ഗിഫ്റ്റ് കൊണ്ടിട്ട് ആയ ആന്റിയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറയാം, ആയ ആന്റി എടുത്തോ, അല്ലെങ്കിൽ ആയ ആന്റിയുടെ മക്കൾക്ക് അങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അച്ഛനെ ഇൻസൾട്ട് ചെയ്തു. എനിക്കത് സഹിച്ചില്ല ഇഷിതാമ്മേ. ഞാനത് എന്ത് ചെയ്യുന്നറിയാവോ? രചനാമ്മ എടുത്ത് സംസാരിക്കാൻ വന്നപ്പോൾ ഞാൻ അവരുടെ പറഞ്ഞു, നിങ്ങൾ ഡെവിൾസ് ആണ്, നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുന്നത് പറഞ്ഞു. അവരെ ആട്ടിപ്പായിച്ചു. മോളെ, ഈ കാര്യം മോൾ എന്നോട് പറഞ്ഞ കാര്യം മഹേഷിനോട് പറയട്ടോ. ഇല്ല ഞാൻ പറയില്ല, അല്ലെങ്കിലും ഡാഡി പറഞ്ഞതാ അമ്മയടുത്ത് പറയണ്ടാന്ന്. സാരില്ല. എന്നാലും മഹേഷ് എന്ത് കാരണം കൊണ്ടിട്ടായിരിക്കും ഞാൻ അറിയണ്ടാന്ന് പറഞ്ഞത്? അത് ആകാശിന്റെ രചനയുടെ വീട്ടിൽ വെച്ച് ആ പരിപാടി നടത്തിയത് കൊണ്ടൊന്നും ആയിരിക്കില്ല. വേറെ എന്തോ രഹസ്യം അതിന് പിന്നിലുണ്ട്. അത് അറിഞ്ഞേ പറ്റൂ എന്ന് ഇഷിത മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അങ്ങനെ മഹേഷ് വേറെന്തോ വലിയൊരു രഹസ്യം ഒളിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലായി ഇഷിത. ആ രഹസ്യം കണ്ടുപിടിക്കാനുള്ള പുറപ്പാടിലാട്ടോ. അത് മാത്രല്ല, രാവിലെ മഹേഷ് ഭയങ്കര പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ട് ഇരുന്ന ആള് വൈകുന്നേരം ആയപ്പോഴേക്കും ഭയങ്കര ഡള്ളും ഡസ്പൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ നിഷിത മനസ്സിലാക്കാണ് എന്തോ വലിയൊരു സംഭവം മഹേഷിന്റെ ഉള്ളിലുള്ള എന്നൊരു കാര്യം. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടേക്ക് കെയർ. ബൈ ബൈ.